ഇ.പി. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് പിന്നിൽ കണ്ണൂർ CPIM-ലെ വിഭാഗീയതയും. ഇ.പി.ക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ റിസോർട്ട് പരാതി വീണ്ടും ഉയർത്താൻ ഒരു വിഭാഗം തയ്യാറെടുത്തിരുന്നു. പി. ജയരാജനെ മുൻനിർത്തിയുള്ള ഈ നീക്കം പൊട്ടിത്തെറിയുണ്ടാക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. എല്ലാ പ്രതിസന്ധികളിലും ഒപ്പം നിന്ന മുഖ്യമന്ത്രിയും കൈവിട്ടതോടെയാണ് ഇ.പി. ജയരാജന് കനത്ത തിരിച്ചടിയുണ്ടായത്. BJP അനുകൂല പ്രസ്താവനയും പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുമാണ് മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ.പി. ജയരാജനെ നീക്കാൻ കാരണമെന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ അത് ഒരു കാരണം മാത്രമാണ്. സംസ്ഥാനത്തെ CPIM-ലെ ഏറ്റവും വലിയ ഘടകമായ കണ്ണൂരിലെ വിഭാഗീയതയാണ് ഇ.പി. ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നീക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത്. ഇ.പിക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ കണ്ണൂരിലെ പാർട്ടിയിൽ വൻ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് സംസ്ഥാന നേതൃത്വത്തിന് വിവരം ലഭിച്ചിരുന്നു. പി. ജയരാജനെ മുൻനിർത്തിയുള്ള നീക്കത്തിൽ ഇ.പി. കുടുംബത്തിന് നിക്ഷേപമുള്ള റിസോർട്ട് വിവാദം വീണ്ടും ഉയർന്നു വരാനിടയുണ്ടെന്നും സൂചനകൾ ലഭിച്ചിരുന്നു. ഇതാണ് സമ്മേളന തലേന്ന് തന്നെ ഇ.പിക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന നേതൃത്വത്തെ നിർബന്ധിതമാക്കിയത്. ബോണ്ട് വിവാദമടക്കമുള്ള എല്ലാ രാഷ്ട്രീയ സംഘടനാ പ്രതിസന്ധികളിലും ഒപ്പം നിന്ന മുഖ്യമന്ത്രി കൈവിട്ടതും ഇ.പിയുടെ നില പരുങ്ങലിലാക്കി. ഒന്നാം സർക്കാരിൻ്റെ കാലത്ത് പൊതുമേഖലാ സ്ഥാപനവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ മുഖ്യമന്ത്രിയും ഇ.പിയുമായി അകന്നിരുന്നു. സമ്മേളനകാലം മുൻകൂട്ടി കണ്ട് ഇ.പി സ്വന്തം നിലയിൽ വിഭാഗീയമായ ഏകോപനത്തിന് ശ്രമിക്കുന്നുവെന്ന് സംശയമുണ്ടായിരുന്നു. കണ്ണൂർ പാർട്ടിയിൽ പഴയ സ്വാധീനമില്ലാത്ത പിണറായി ഇതോടെ നടപടിയെടുത്ത് കരുത്ത് ചോർന്നിട്ടില്ലെന്ന് പ്രഖ്യാപിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കണ്ണൂരിലെ പാർട്ടിയിൽ ഏറ്റവും സ്വാധീനമുള്ള പി. ജയരാജൻ്റെ സംസ്ഥാന നേതൃത്വത്തിലേക്കുള്ള ഉയർച്ചയ്ക്കും ഈ സമ്മേളനകാലം സാക്ഷ്യം വഹിച്ചേക്കും. CPIM-ലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ പി. ജയരാജൻ ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനത്തിലൂടെ സംസ്ഥാന സെക്രട്ടറിയിൽ എത്തിയേക്കും. റിപ്പോർട്ടർ.